To all, in the last class we were discussing the topic capital gains, and the profit or gains that are arising from the transfer of a capital asset is known as capital gain. And I made you understand about the capital assets and the assets which are considered as capital assets and the assets which are not considered as capital assets. Now let's have a look on the types of capital assets. And for tax purposes, the capital assets can be broadly classified into two: short-term capital assets and long-term capital assets. Now let's see what is short-term capital asset. Short-term capital asset means a capital asset held by an assessee for not more than 36 months immediately preceding the date of transfer, or for an asset to be qualified as a short-term capital asset, the assessee should not have held the asset for more than 36 months, or the assessee should have held the asset only for a period less than 36 months in order to qualify the asset as a short-term capital asset. അതായത് ഇപ്പം അസറ്റിനെ ക്യാപിറ്റൽ അസറ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്നും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്നും. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്നുള്ളതാണ് ഏറ്റവും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ അതോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എത്രയാണെന്നുള്ളത് വെച്ചിട്ടാണ്. ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ 36 മാസത്തിൽ താഴെയാണ് നമ്മളുടെ കൈവശം വെച്ചിരുന്നത് എങ്കിൽ ആ അസറ്റിനെ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഒബ്വിയസ്ലി 36 മന്ത്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് അതെന്തായിരിക്കും, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആവും. അതായത് ഒരു അസറ്റ് നമ്മളുടെ കൈവശം വെക്കാവുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 36 മാസത്തിൽ താഴെ, 36 മാസം ഇൻ ദ സെൻസ് 3 ഇയേഴ്സ്, 3 വർഷത്തിൽ താഴെയാണ് ആ അസറ്റ് നമ്മളുടെ കൈവശം ഇരുന്നത്. നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് നമ്മളുടെ കൈവശം ഇരുന്നത് 36 മാസത്തിൽ താഴെയാണ്, അല്ലെ 3 വർഷത്തിൽ താഴെയാണ്. അതായത് നമ്മൾ ആ ഒരു സാധനം അക്വയർ ചെയ്തിട്ടോ ഇൻഹെറിറ്റ് ചെയ്തിട്ടോ, ഒന്നെങ്കിൽ നമുക്കത് എന്താണ്, നമ്മൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ആയിരിക്കാം, നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മുടെ കൈവശം വന്നതിന് ശേഷം 36 മാസത്തിൽ കൂടുതൽ നമ്മളത് ഹോൾഡ് ചെയ്താൽ അത് ലോങ് ടൈം ആയിട്ട് മാറും. അപ്പോൾ 36 മാസത്തിൽ താഴെയാണ് നമ്മളുടെ കൈവശം അത് ഇരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 36 മാസത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അത് എന്താവും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതാണ്. And the capital gain arising from the transfer of a short-term capital asset is known as short-term capital gain. ഏതെങ്കിലും ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് എന്ത്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ അസറ്റിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 36 മാസത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അതെന്തായി, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റായി. ആ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ആണ് എന്ത്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് നമ്മൾ കൊടുക്കേണ്ട ടാക്സ് റേറ്റ് വേറെയാണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് റേറ്റ് വേറെയാണ്. And in the case of financial assets, short-term capital asset will be the asset which are held by the assessee for not more than 12 months instead of 36 months as in the case of other assets. അതായത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ 36 മാസത്തെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 12 months ആയിട്ട് മാറും. അതായത് 12 മാസത്തിൽ കൂടുതൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പീരീഡ് ഓഫ് ഹോൾഡിംഗ് വിൽ ബി ലിമിറ്റഡ് ടു 12 months in order to qualify it as a short term capital asset only in the case of financial assets. ഈ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിൽ വരുന്ന സാധനം ഫിനാൻഷ്യൽ അസറ്റ്സ് ആണെന്നിരിക്കെ അതിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 12 മാസത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ, അതായത് ഷെയർ പോലുള്ള സാധനങ്ങൾ, ഷെയർ, ബോണ്ട്, ആ വക ഐറ്റംസ് ആണ് ഫിനാൻഷ്യൽ അസറ്റ്സ്, സെക്യൂരിറ്റീസ്, ആ വക ഐറ്റംസ് ആണ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. സച്ച് ഫിനാൻഷ്യൽ അസറ്റ്സ് ഷുഡ് ഹാവ് ബീൻ ഹെൽഡ് ബൈ ദ അസസി ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 12 months in order to qualify such financial assets as short term capital assets. ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഷുഡ് ബി ലിമിറ്റഡ് ടു 12 months in order to qualify it as ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ 12 മാസത്തിൽ താഴെയുള്ള ഹോൾഡിംഗ് ആയിരിക്കണം. അപ്പോൾ ഒബ്വിയസ്ലി 12 മാസത്തിന് മുകളിലാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ഹോൾഡിംഗ് എന്നുണ്ടെങ്കിൽ അത് എന്താവും, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും.
ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് നോക്കിക്കോളാം. ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻക്ലൂഡ്സ് ഷെയർസ് ഹെൽഡ് ബൈ എ കമ്പനി, ഷെയർസ് ഹെൽഡ് ഇൻ എ കമ്പനി, any other security listed in a recognized stock exchange, a unit of the UTI, then a unit of mutual fund specified in section 10 subsection 23D zero coupon bonds. അപ്പോൾ ബോൺസ്, യൂണിറ്റ്സ് ഓഫ് UTI, സീറോ കൂപ്പൺ ബോൺസ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, then securities, listed securities only, then shares held in a company. ഈ പറയുന്ന ഫിനാൻഷ്യൽ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഷുഡ് ബി ലിമിറ്റഡ് ടു 12 months ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ. അപ്പോൾ അതിൽ കൂടുതൽ ഹോൾഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതെന്താണ് ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്, അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 24 months ആണ്. അതുപോലെ തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബീയിങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓർ വിത്ത് ബോത്ത്, അതായത് ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ഇതെല്ലാം നോൺ ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ലോങ് ടേം ആയി മാറുന്നത് എപ്പോഴാണ്, 24 months പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ ലോങ് ടേം ആയിട്ട് മാറുള്ളൂ, അതിൽ കൂടുതലുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലാൻഡ് ബിൽഡിങ്, അതുപോലെ തന്നെ ലാൻഡും ബിൽഡിങ്ങും കൂടെ ഉള്ള കേസ് ഇതാണെങ്കിൽ കൂടെ 24 മാസത്തിൽ കൂടുതൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഷോർട്ട് ടൈം ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ നോട്ട് ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതോടൊപ്പം ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക് ലാൻഡ് ബിൽഡിങ് ആൻഡ് ലാൻഡ് വിത്ത് ബിൽഡിങ്, ഈ കേസസിലാണെങ്കിൽ കൂടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഷുഡ് ബി ലിമിറ്റഡ് ടു 24 months. 24 months താഴെയാണെങ്കിൽ മാത്രമേ ഈ കേസസിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അതല്ലാത്ത എല്ലാ കേസിലും എന്താണ് 36 months ആണ് നോർമൽ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പം 3 കേസ് ഓർത്തോളാം. സാധാരണ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഇൻ ജനറൽ ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് വിൽ ബി ലെസ് ദാൻ 36 months. Then when it comes to financial assets it will be limited to 12 months. And when it comes to equity shares or preference shares which are not listed or immovable property being land or building or with both, the period of holding will be limited to 24 months. Okay, and in all the other cases the period of holding will be 36 months in the case of short term capital asset. Okay, പ്രത്യേകിച്ചൊന്നുമില്ല, ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്തേക്ക് മനസ്സിലായിക്കോളും. ഇൻ അഡ്വാൻസ് ഇതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. Then next case, long term capital asset. Long term capital asset means a capital asset held by an assessee for more than 36 months immediately preceding the date of transfer, within the bracket excluding financial assets. അത് അറിയാലോ, അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. And the capital gains arising from the transfer of a capital asset is known as capital gains arising from the transfer of a long-term capital asset is known as long-term capital gain. And in the case of financial assets, long-term capital asset means asset held by an assessee for more than 12 months. ഓക്കെ, അതായത് ഇപ്പൊ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ തന്നെയാണ്. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താ, പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ദ അസറ്റ് ഷുഡ് ബി മോർ ദാൻ 36 months in general. And when it comes to financial assets, the period of holding must be greater than 12 months in order to consider it as a long-term capital asset. And when it comes to equity shares or preference shares which are not listed in a recognized stock exchange or immovable property like land and building or with both, the period of holding should be greater than 24 months. Okay, അപ്പം പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് ഇൻ ജനറൽ എത്രയായിരിക്കണം പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്, ഷുഡ് ബി മോർ ദാൻ 36 months. 36 months കൂടുതലായിരിക്കണം പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമ്മളുടെ കൈവശം അത് 36 മാസത്തിൽ കൂടുതൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതൽ നമ്മൾ കൈവശം വെച്ച ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വിൽക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് എന്ത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. അതല്ല, ഇതിപ്പോ ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ഷെയർസ് സെക്യൂരിറ്റീസ് ഒക്കെയാണ് വരുന്നത്, ബോണ്ട് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ
അതിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്ന 12 മാസത്തിൽ കൂടുതൽ നമ്മുടെ കൈവശം ഇരുന്നിട്ടുണ്ട് ഷെയർസ് ഒക്കെയാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കും. ഇനിയിപ്പോ ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ അൺലിസ്റ്റഡ് ആണെന്നിരിക്കട്ടെ, അൺലിസ്റ്റഡ് പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ ലാൻഡും ബിൽഡിങ്ങും കൂടെ ആണെന്നിരിക്കട്ടെ, ആ ഒരു കാറ്റഗറി ആണെങ്കിൽ കൂടെ 24 മന്ത്സിൽ കൂടുതൽ നമ്മുടെ കൈവശം ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് പുതിയൊരു അമെന്റ്മെന്റ് ആണ് ഈ പറഞ്ഞ ഈ 24 മന്ത്സിന്റെ കേസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ഒന്നുകൂടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇതിന് മുമ്പ് വരെ ഫിനാൻഷ്യൽ അസറ്റ്സിന്, അതായത് 2 വർഷം മുമ്പ് വരെ ഫിനാൻഷ്യൽ അസറ്റ്സിനുള്ള പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്ന 1 ഇയറിനായിരുന്നു. അതിനകത്ത് മാറ്റം ഒന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിന്റെ 24 മന്ത്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു it is short-term capital asset and long-term capital asset. And short-term capital assets are those capital assets which are held by the assessee for a period of less than 36 months. Okay, then long-term capital asset means a capital asset which is held by the assessee for a period of more than 36 months. So this is what is short-term capital asset and ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ഇനി ഇതാണ് ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ വരുന്നത്. ഇനിയിപ്പോ ഇത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിട്ട് മാറുന്ന സമയത്ത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് വിൽ ബി ലിമിറ്റഡ് ടു 12 months. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വിൽ ബി ലെസ് ദാൻ 12 months. ദെൻ ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ കേസിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വിൽ ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 12 months. ഇനി നേരത്തെ പറഞ്ഞു കൂട്ട് അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക് ലാൻഡ് ബിൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 24 months ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 24 months ഇൻ ദ കേസ് ഓഫ് ലോങ് ടേം capital asset. And the gains that are arising from the transfer of a short time capital asset is known as short time capital gain, and the gain that are arising from the transfer of a long term capital asset is known as long term capital gain. ഓക്കെ അല്ലേ, ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കിക്കോളൂ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്നുള്ളതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റ് മാറും. അതായത് പ്രോഫിറ്റ് രണ്ടിനകത്തു നിന്നുമുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എത്രയുണ്ട് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. അതുപോലെ തന്നെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.